കായംകുളത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന കേസിൽ പോലീസിന് വീഴ്ച ഉണ്ടായില്ലെന്ന റിപ്പോർട്ടിന് പിന്നാലെ അന്വേഷണ ചുമതലയിൽ നിന്ന് കായംകുളം SHOയെ നീക്കി. SHOയ്ക്കെതിരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് അന്വേഷണ ചുമതല ഡിവൈഎസ്പിക്ക് കൈമാറിയത്. കേസിൽ പ്രതിയായ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റ് പ്രസിഡന്റ് സിനിൽ സബാദിനെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തി സഹായിച്ചുവെന്നതാണ് ആക്ഷേപം. കഴിഞ്ഞ 4-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ഓട്ടോ മറിഞ്ഞുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിലാക്കുന്നതിനിടെ ലൈംഗിക അതിക്രമം ഉണ്ടായതായാണ് കേസ്. സംഭവത്തിൽ അന്ന് തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റ് പ്രസിഡന്റ് സിനിൽ സബാദിനെതിരെ ലൈംഗിക അതിക്രമം, മര്യാദാ ലംഘനം എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിരുന്നു. കേസ് കൈകാര്യം ചെയ്തതിൽ പോലീസിന് വീഴ്ചയില്ലെന്നാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. സിനിലിനെതിരെ ചുമത്തിയത് സ്റ്റേഷൻ ജാമ്യം നൽകാവുന്ന വകുപ്പുകളാണെന്ന് SP വ്യക്തമാക്കി. നോട്ടീസ് നൽകി വിട്ടയച്ചത് വകുപ്പുകളുടെ അടിസ്ഥാനത്തിലെന്നും പറയുന്നു. ഗുരുതര പരാതിയുണ്ടായിട്ടും സിനിലിനെ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന നിസ്സാര വകുപ്പുകൾ ചുമത്തി സഹായിച്ചതായാണ് ആക്ഷേപമുയരുന്നത്. കേസെടുക്കുന്നതിൽ കാലതാമസം വന്നിട്ടില്ലെന്നും 7 വർഷത്തിൽ താഴെയുള്ള ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായതിനാൽ പ്രതിക്ക് നോട്ടീസ് നൽകി വിട്ടയക്കുകയായിരുന്നെന്നുമാണ് പോലീസ് വിശദീകരണം. എന്നാൽ റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ SHOയെ അന്വേഷണ ചുമതലയിൽ നിന്നും നീക്കാൻ DGP നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ DYSPക്ക് അന്വേഷണ ചുമതല നൽകിയിട്ടുണ്ട്. ജനം, ആലപ്പുഴ.